ഹലോ ഗൈസ്, ഇന്നത്തെ KL32 ബെറ്റാസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് OHMൻ്റെ കുറച്ച് മെയിൽസ് ബോട്ടിലിങ്ങിനായിട്ട് റെഡി ആയിരുന്നിട്ടുണ്ട്. അവർ ബോട്ടിൽ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഓരോ ഫ്രിഡ്ജ് ബോക്സിലും ഓരോ സ്റ്റേജിലായിട്ടുള്ള ബെറ്റാസിനെയാണ്, ഓരോ ബാച്ചിനെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇന്ന് നമുക്ക് ബോട്ടിൽ ചെയ്യാനായിട്ടുള്ളത്. ബോട്ടിൽ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ ടെയിൽ ക്വാളിറ്റിയും ബോഡിക്കൊക്കെ അത്യാവശ്യം നല്ല സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത്. ഞാനിവിടെ ഫാമിലി ബോട്ടിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 സ്റ്റേജസ് ആയിട്ടാണ്. ആദ്യം 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് അത്യാവശ്യം സൈസൊക്കെ ആകും. അത് കഴിയുമ്പോൾ നമ്മൾ അതിലും ഇച്ചിരി വീതി കൂടിയിട്ടുള്ള പായസത്തിൻ്റെ പോലത്തെ കണ്ടെയ്നറിലാണ് ബോട്ടിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെയിൽസിനെ പിടിച്ചെടുക്കാം. ഞാൻ മെയിൽസിനെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടി പിടിക്കുന്നത് നെറ്റൊന്ന് യൂസ് ചെയ്തതിൻ്റെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെയിലും അതൊക്കെ പൊട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അത് ടെയിൽ റിക്കവർ ആകാനായിട്ട് 2 months ഒക്കെ എടുക്കും. ഞാനിവിടെ കൂടുതൽ ലൈഫ് ഫുഡാണ് നമ്മുടെ ബെറ്റാസിനെല്ലാം കൊടുക്കുന്നത്. മൊയിന, ബ്ലഡ് വോംസ്, മൊസ്കിറ്റോ ലാർവ അങ്ങനെയുള്ള ഫുഡുകളാണ് കൂടുതലും ഫൈറ്റിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നമുക്ക് കളറും കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഞാനിവിടെ കൂടുതലും ബോട്ടിൽ ചെയ്യുന്നത് 2.5 months കഴിഞ്ഞിട്ടുള്ള ബെറ്റാസിനാണ്. ഈ ബോട്ടിലുകളാണ് നമുക്ക് ഇനി ഫൈറ്ററിൻ്റെ ബോട്ടിൽ ചെയ്യാനുള്ളത്. ഇത് 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് പറയുന്നത് 3/4 ഭാഗം മാത്രമാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മളൊരു മിനിമം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും കണ്ടീഷൻ ചെയ്യണം. കണ്ടീഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലും ജപ്പാൻ്റെ വെള്ളമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കളറ് വരാനായിട്ട് ആൽമണ്ട് ലീഫ്, ഇന്ത്യൻ ആൽമണ്ട് ലീഫ് അല്ലെങ്കിൽ തല്ലിത്തേങ്ങയുടെ ഇല ഇട്ട് വെച്ചിരിക്കുക. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൽ അഴുക്കൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് അതിനകത്തേക്ക് വെള്ളം ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ഫൈറ്ററിൻ്റെ മെയിൽസിനെ പിടിച്ചിട്ട് ബോട്ടിൽ ചെയ്യാം. അതിൻ്റെ ടെയിൽ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഓരോ ബോട്ടിലുകളിലൊക്കെ നമുക്കിനി ബോട്ടിൽ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 ബോട്ടിലുകളാണ് ബെറ്റാസിൻ്റെ ബോട്ടിൽ ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഈ ബാച്ചിൽ തന്നെ നേരത്തെ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള തന്നെ അത്യാവശ്യം സൈസായിട്ടുള്ളതിനെ നമ്മൾ നേരത്തെ ബോട്ടിൽ ചെയ്ത് അതിൻ്റെ അകത്ത് മിച്ചമുള്ള കുറച്ച് സൈസ് കുറഞ്ഞതിനാണ് ഇങ്ങനെ ഇപ്പോൾ ബോട്ടിൽ ചെയ്യുന്നത്. ഇതിൽ ഓരോ കുഞ്ഞുങ്ങളെ ഓരോ ബോട്ടിലിടുന്നതിനുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ആകുമ്പോൾ ഫ്രിഡ്ജ് ബോക്സ് എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പം ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫുഡ് കഴിച്ച് അത്യാവശ്യം സൈസാകുന്ന മെയിൽസ് അവർ തന്നെ ഫുഡ് കൂടുതലായിട്ട് കഴിക്കും. ബാക്കിയുള്ളവർക്ക് സൈഡിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ എടുക്കാനുള്ളൊരു ഇതുണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ ഫുഡ് കിട്ടാൻ ആയിട്ടാണ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നമ്മൾ ഓരോ ബോട്ടിലിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകം ഫുഡ് കൊടുക്കണം. അപ്പോൾ എല്ലാ മെയിൽസിനെയും ഒരേ സൈസിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ടും അവരുടെ ടെയിൽ ക്വാളിറ്റിയും ബോഡിക്കും അത്യാവശ്യം നല്ല സൈസും ക്വാളിറ്റി ഒക്കെ നമുക്ക് വരുത്താനായിട്ട് പറ്റും. ഇതേ സെയിം ബാച്ചിൽ തന്നെ കുറച്ച് കുഞ്ഞുങ്ങളെ നേരത്തെ ബോട്ടിലിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ആർക്കെങ്കിലും ഇതുപോലത്തെ നല്ല ക്വാളിറ്റി റെഡ് OHM ബെറ്റാസിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യാൻ എടുത്തിട്ടുള്ള എല്ലാ മെയിൽസിനെയും നമ്മൾ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 20ഓളം മെയിൽസ് ഉണ്ട്. അതിൽ കുറച്ച് സൈസ് കുറവ് ഉള്ളതുണ്ട്. അതിലെല്ലാത്തിനും നമുക്ക് ഫുഡ് കൊടുത്ത് അത്യാവശ്യം ക്വാളിറ്റിയിലും ടെയിൽ ക്വാളിറ്റിയും സൈസും ഒക്കെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ ഒരെണ്ണത്തെ ഇതേ കാണിച്ചു തരാം. നമ്മളെടുത്ത് വെച്ചാൽ എല്ലാ ബെറ്റാസിനെ ഏകദേശം ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ബാച്ചിൽ തന്നെ സെയിം ഫൈറ്റേഴ്സിനെ നമ്മൾ കുറച്ച് മുമ്പേ ബോട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഷൂട്ടേഴ്സ് ആയിട്ടുള്ള. ഇതിൽ തന്നെ അത്യാവശ്യം നമുക്കിനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ബോട്ടിൽ ചെയ്യാനായിട്ട് പായസത്തിൻ്റെ ആ കണ്ടെയ്നറിലേക്ക് ബോട്ടിൽ ചെയ്യാനായിട്ടുള്ളവരെയാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.